ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിരിക്കുന്നു. എൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ദുബായ് ഡോഗ് ക്രൂസിൽ പോകണം എന്നുള്ളത്. ഇവിടെ വിൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡെസേർട്ട് സഫാരിക്കും ഡോഗ് ക്രൂസിനൊക്കെ ഓഫർ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ഓഫറിൽ ഞങ്ങൾ പോയതാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ടൈം കളയാതെ വേഗം വീഡിയോ കണ്ടോക്കിയാലോ. ഈ ഡോഗ് ക്രൂസിൻ്റെ ഡീറ്റെയിൽസ് അൻസൽക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പേയ്മെൻ്റ് ഒക്കെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത്. പെർ പേഴ്സൺ 39 AD ആണ് പ്രൈസ് വന്നിരുന്നത്. ഇതിപ്പോൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് 1-2 ആൾക്കാരോട് ചോദിച്ചിട്ടാണ് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പാട്ടൊക്കെ വെച്ച് ബോട്ടിൽ പോവും, ബോട്ടിൽ ഡാൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇഷു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇഷുവിൻ്റെ പോലെ തന്നെ ഞാനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അൻസൽക്ക് ഓൾറെഡി മുന്നേ പോയിട്ടുണ്ട്. പിന്നെ ഈ പാക്കേജിൽ ബഫേ ഡിന്നർ, തനോറ ഷോ, അതുപോലെ തന്നെ DJ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ തന്നെ പ്രൈവറ്റ് യാർഡ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ടൈമിംഗ് ഒക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾക്ക് 8:30 ടൈമാണ് കിട്ടിയത്. ഇതന്നെ നമുക്ക് ഒരു ഈവനിങ്ങിലേക്കൊക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റും, അതുപോലെ തന്നെ നൈറ്റ് വ്യൂവും കിട്ടും. ഒബ്രോ എന്ന ബോട്ടിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഇതേപോലെ കുറേ ബോട്ടുകൾ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലായിട്ട് അതിൻ്റെ പേരുകളുണ്ടാവും. ബോട്ടിൽ കയറി എന്തോ ഭാഗ്യത്തിന് ടോപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റി. ടോപ്പിലുള്ള ഫസ്റ്റ് സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്. വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ വലിയ ചൂടും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ബോട്ടിൽ കയറിയപ്പോൾ മുതലേ ഇമാദു നല്ല കരച്ചിലായിരുന്നു. കാരണം അവനക്ക് നല്ല ഉറക്കം വരേണ്ടായിരുന്നു. അങ്ങനെ ഒരു കോലുമിഠായിക്ക് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ബോട്ട് സ്റ്റാർട്ടായി മുതലേ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷുവിനും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവളെ വിളിച്ചിട്ട് ജസ്റ്റ് ഡാൻസ്
ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നു. കുബൂസ്, സലാഡ്, കബാബ്, ചിക്കൻ കറി, ചിക്ക് പീസ് കറി, പിന്നെ മന്തി, പിന്നെ അതുപോലെ തന്നെ ഫിഷ് നഗ്ഗറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമെ 2 ഡെസേർട്ട്സും ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറബിക് സ്വീറ്റ് ആയിരുന്നു. ഒന്നും അത്ര സ്പൈസി ഒന്നും ആയിരുന്നില്ല. എല്ലാം കുട്ടികൾക്കും കൂടി കഴിക്കാൻ പറ്റിയൊരു രീതിയിലുള്ള ഫുഡായിരുന്നു. പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. വൈഷുവൊക്കെ മെയിനായിട്ട് നൂഡിൽസാണ് കഴിച്ചത്. ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിൽ സീഗൾസ് ഇങ്ങനെ പറന്നു പോകണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. തിരിച്ചെത്താൻ ഏകദേശം രാത്രി ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ ആ ടൈമിലാണ് DJ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.